വൈകുന്നേരം ഉണ്ടല്ലോ ബ്രെഡ് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു അടിപൊളി പിസ്സ ഉണ്ടാക്കി എടുത്താലോ. അത് നമുക്ക് ഒരുപാട് എണ്ണ ഒന്നും വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, നല്ല പഞ്ഞി പോലെ സോഫ്റ്റുമാണ് കേട്ടോ. അപ്പം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. വേറെ 5 മിനിറ്റ് മതി. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു 5-6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ വട്ടം ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് ഇതുപോലെ ഒരു സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ 2 മുട്ട ഒന്നെടുത്ത് പൊട്ടിച്ചൊഴിക്കാവേ. 2 മുട്ട പൊട്ടിച്ചെടുത്ത് ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഉണ്ടല്ലോ ഉപ്പ്, ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു കുറച്ച് മൈദമാവ് കേട്ടോ. ഈ മൈദമാവും നമ്മൾ ഇട്ടിട്ട് അതിനകത്തേക്ക് ഒരു നുള്ളു വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് മാവ് നമുക്കിങ്ങനെ ഒന്ന് കുഴച്ചെടുക്കത്തില്ലേ, ഈ ഒരു രീതിയിലൊന്ന് കുഴച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് ഈ മാവ് കുറച്ച് കൂടുതൽ കിട്ടും. ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. ഇപ്പോൾ റംളാനൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് റംളാനിലൊക്കെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്നാക്കാണ് കേട്ടോ. നമുക്ക് ചായ തിളക്കുന്ന നേരം മതി ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കണേ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒന്ന് അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരന്ന പാനില്ലേ, ഈ പരന്ന പാനിലേക്ക് കുറച്ച് ഓയിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് എടുത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് നമുക്ക് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. കുറച്ച് ഓയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കണേ. പിന്നെ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ ബ്രെഡിൻ്റെ പീസ് കഷ്ണങ്ങളുണ്ടല്ലോ, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫുള്ളൊന്നിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്തത് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കിട്ടാനായിട്ട് ഇട്ടേക്കുന്ന കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന ആ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, ജസ്റ്റ് ഇതുപോലെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണേ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത് ക്യാരറ്റാണേ. ക്യാരറ്റ് നമ്മൾ ഇതുപോലെ ചീമ്പിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൂളി കൊടുക്കാം കേട്ടോ. തൂളിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ക്യാപ്സിക്കം വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. അതില്ലെങ്കിൽ എരിവ് കുറഞ്ഞ പച്ചമുളക് ഉണ്ടല്ലോ, ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് തൂളി കൊടുക്കണേ. പിന്നെ സവാള കേട്ടോ, ഒരു പകുതി സവാളയാണ് എടുത്തേക്കുന്നത്. അപ്പം അതും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചെറിയൊരു തക്കാളി ഉണ്ടെങ്കിൽ നമുക്കതും ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തൂളിട്ട് കൊടുക്കാം കേട്ടോ. ഓണപ്പൂക്കളം പോലെയല്ലേ, അപ്പം ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. നമ്മൾ കാണുന്ന പോലെയല്ല, നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ കടയിൽ നിന്നൊക്കെ പിസ്സ വാങ്ങി കഴിക്കത്തില്ല, അതിൻ്റെ അതേ ഫ്ലേവർ തന്നെ ആയിട്ട് കിട്ടും കേട്ടോ. ഈ തൂളിയിട്ട് എന്നാന്നറിയാമോ, നമുക്ക് ചിക്കനോ ബീഫോ എല്ലാം വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുത്തേക്കുന്നത് ചീസാണ് കേട്ടോ. ഈ നമ്മൾ പിസ്സ ചീസ് ഉണ്ടല്ലോ, മൊസറല്ല ചീസ്, നമ്മൾ ഈ ബേക്കറി ഷോപ്പുകളിൽ നമുക്ക് ഈ പിസ്സ ഉണ്ടാക്കുന്ന ചീസ് തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് തരും. ഈ ചീസ് നമ്മളിട്ട് കൊടുക്കുമ്പം കറക്റ്റ് ആ ഒരു പിസ്സയുടെയൊക്കെ ഒരു ടേസ്റ്റില്ല ഫ്ലേവർ അത് കിട്ടും കേട്ടോ. ഇനി ഒരു സ്പൂണോളം കുരുമുളക് പൊടി ജസ്റ്റ് ഒന്ന് തൂളി കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ കൂടി ഇത്തിരി ഓയിൽ കേട്ടോ. ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം വേണ്ട, ഒരു 6 മിനിറ്റ് നേരം ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഇതുപോലെ തുറന്നിട്ടുണ്ടെങ്കിലോ അബ്ബരമാണായിരിക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ മുറിച്ച് കഴിക്കുമ്പം നമ്മൾ ആ കടയിൽ നിന്നൊക്കെ ഈ പിസ്സ വാങ്ങി കഴിക്കത്തില്ലേ, അതിൻ്റെയൊക്കെ അതേ ഫ്ലേവർ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ആ ചീസൊക്കെ ഒന്ന് ഉരുകി മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് ചീസൊക്കെ എടുക്കുവാണെങ്കിൽ നല്ല ചീസൊക്കെ ഇങ്ങനെ വലിഞ്ഞ് വരും. അപ്പോൾ ഞാനിപ്പം ഇവിടെ ഒരുപാട് ചീസ് ഇട്ട് കൊടുക്കുന്നത് പിള്ളേർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ കുറച്ച് ചീസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് നേരം ആവി കയറ്റി കേട്ടോ. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം, 5 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം. അപ്പം റംളാനിൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിക്കോ കേട്ടോ.